ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാലാനുസൃതമായി കൊടുത്തു തീർക്കും, കുടിശ്ശിക കൊടുത്തു തീർക്കും, സർക്കാർ ജീവനക്കാർക്കുള്ള DA ഉൾപ്പെടെ ഇന്ന സമയത്തിനുള്ളിൽ കൊടുത്തു തീർക്കും എന്നൊക്കെ കൃത്യം ഡേറ്റും സമയവും ഇട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നാട്ടിൽ മുടങ്ങുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്ക് നിരത്തുന്ന പതിവ് നിർത്തി സ്വന്തമായി കൂടുതൽ വരുമാനം കണ്ടെത്താൻ സർക്കാർ നീക്കം തുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പദ്ധതി ചെലവ് കുറയ്ക്കും, നികുതി പിരിവ് ഊർജിതമാക്കും, ഒപ്പം സേവന നിരക്കും കൂട്ടും. വിവിധ മേഖലകളിൽ കുന്നുകൂടിയ കുടിശ്ശിക തീർക്കാൻ വരുമാനം കൂട്ടിയേ തീരൂ. കേന്ദ്രത്തെ മാത്രം പഴിച്ചിരുന്നാൽ ജനം നട്ടം തിരിയുമെന്നും തങ്ങൾക്കെതിരെ തിരിയുമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടുകയും ചെയ്തു. തൽക്കാലം പിടിച്ചു നിൽക്കാൻ 20,000 കോടിയെങ്കിലും അധിക വരുമാനം കണ്ടെത്തണം. മൂന്നാം മോദി സർക്കാർ കൂടുതൽ കടുപ്പിക്കില്ല എന്ന വിശ്വാസത്തിലാണ് കേരള സർക്കാർ. സർക്കാരിൽ സഖ്യകക്ഷികൾക്ക് സ്വാധീനമുണ്ട്. ഇത് സംസ്ഥാനങ്ങളോടുള്ള സമീപനം ഉദാരമാക്കും എന്ന് കേരളം കണക്കുകൂട്ടുന്നു. സാമ്പത്തിക പാക്കേജോ വായ്പാ പരിധിയിൽ ഇളവോ കിട്ടുകയാണെങ്കിൽ അതുവഴി പകുതി തുകയെങ്കിലും കണ്ടെത്താൻ സാധിക്കും.